ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പ്രധാനമായി സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് +1 എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ യഥാർത്ഥ രൂപം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ വർഷത്തെ +1 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച്, ഘടനയെ കുറിച്ച്, അതോടൊപ്പം മാർക്കിനെ കുറിച്ച്, വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേണിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും, കഴിഞ്ഞ വർഷത്തെ +1 എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും വ്യത്യാസമുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ +1 എക്സാമിനേഷന്റെ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ കഴിഞ്ഞ ബാച്ചിൽ ഇപ്പൊ +2 എക്സാം എഴുതിയിരിക്കുന്ന കുട്ടികളെ ഈ ഒരു സാഹചര്യത്തിലൂടെയല്ല കടന്നുപോയത്. അവർ ഇത്തരത്തിലല്ല പഠിച്ചത്. അവർക്ക് ഫോക്കസ് ഏരിയ ഉണ്ടായിരുന്നില്ല. +1 അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറും വേറെ സെപ്പറേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പറയാം, ഒരുപക്ഷെ അടുത്ത വർഷവും ഈ വർഷത്തെ പോലുള്ള ഒരു സാഹചര്യമോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഘടനയോ എക്സാമിനേഷനോ ഫോക്കസ് ഏരിയയോ ഒന്നും ആയിരിക്കണമെന്നോ ഇല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയുന്നു, ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഘടന എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എന്ന്. +1 വിദ്യാർത്ഥികൾ കേട്ടിട്ടുണ്ടാവും ഫോക്കസ് ഏരിയ എന്നും, ഫോക്കസ് ഏരിയ പബ്ലിഷ് ചെയ്തു എന്നും, ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നും, ഇങ്ങനെയൊക്കെ ഒത്തിരി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് റെഫർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യാസമാണ് ക്വസ്റ്റ്യന്റെ ഘടന. ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ വേറൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ +1 എക്സാമിനേഷൻ, നമ്മുടെ +1 എക്സാമിനേഷൻ സെപ്റ്റംബർ മാസം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. +1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടില്ല. ഈ മാസം അവസാനം ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുമെന്നാണ് നിലവിലുള്ള തീരുമാനം അറിയാൻ പറ്റിയിരിക്കുന്നത്. കുറച്ച് വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് കേരളത്തിലെ ഓരോ സബ്ജക്റ്റിലും മോസ്റ്റ് സീനിയറായ, മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയ കുറച്ച് ടീച്ചേഴ്സിനെ SCRTയിൽ വിളിച്ച് അവിടെ അവർ താമസിച്ചുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുക. ഓരോ സബ്ജക്റ്റിലും മിനിമം 3-4 ടീച്ചേഴ്സിനെങ്കിലും അവിടെ ഇൻവൈറ്റ് ചെയ്യും. അവരവിടെ താമസിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വളരെ രഹസ്യമായി സെറ്റ് ചെയ്ത് അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് വരും. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മോഡൽ എക്സാമിനേഷൻ ഇടുക, വേറൊരു ക്വസ്റ്റ്യൻ യഥാർത്ഥ +1 ടെർമിനൽ എക്സാമിനേഷൻ ഇടും. ബാക്കി 2 ക്വസ്റ്റ്യൻസ് വേറെ എന്തെങ്കിലും സാഹചര്യത്തിൽ ആവശ്യമായി വരികയാണെങ്കിൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വയ്ക്കുക. ഈ 4 ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ, ഘടന ഒരേപോലെ ആയിരിക്കും, മാർക്ക് ഒരേപോലെ ആയിരിക്കും, സ്ട്രക്ചർ ഒരേപോലെ ആയിരിക്കും. ക്വസ്റ്റ്യൻസിനും റിപ്പീറ്റേഷൻ ഉണ്ടായേക്കാം. പക്ഷെ 4 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3-4 ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന 3-4 അധ്യാപകർ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. ഈ അധ്യാപകരൊന്നും പലപ്പോഴും പരസ്പരം ഡിസ്കസ് ചെയ്യണമെന്നില്ല. അവർ ക്വസ്റ്റ്യൻസ് പരസ്പരം കാണിക്കണമെന്നില്ല. ഓരോരുത്തരും സെറ്റ് ചെയ്തത് അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് വരുന്നു. പിന്നീട് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ, എക്സാമിന് വന്നു കഴിഞ്ഞാലേ അധ്യാപകർക്ക് മനസ്സിലാവും ഞാനിട്ട ക്വസ്റ്റ്യൻ ആണ് വന്നത്, അല്ലെങ്കിൽ വേറെ ഏതോ അധ്യാപകർ ഇട്ട ക്വസ്റ്റ്യൻ ആണ് വന്നത്, ഞാനിട്ടതല്ല എന്നൊക്കെ അപ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലാതെ അവർക്കും അറിയാൻ പറ്റൂല. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യന്റെ ഘടനയിലേക്ക് കടക്കാം. നമുക്കറിയാം, ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ ഇല്ലാത്ത എക്സാമിനേഷൻ ഉണ്ട്, പ്രാക്ടിക്കൽ ഉള്ള എക്സാമിനേഷൻ ഉണ്ട്. ലാംഗ്വേജസ്, ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, അതോടൊപ്പം സബ്ജക്ട് ഇക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഈ കൊമേഴ്സ്, അതിൽ തന്നെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട് എന്നറിയാം. അത് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആയ ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ്, ഇക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ബിസിനസ് സ്റ്റഡീസ് പോലുള്ള പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിന് 80 മാർക്കിനാണ് സാധാരണ പരീക്ഷ. തിയറി എക്സാം 20 മാർക്ക് CE ആണ്. കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ ഭാഗമായി നിങ്ങൾ +1 എത്തിയതിനു ശേഷം ഓൺലൈനായും ഓഫ്ലൈനായും നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസിന്, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, മോഡൽ എക്സാമിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്കിനനുസരിച്ച്, ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പ്രസന്റേഷൻ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ CE മാർക്ക് ഇടുക. പ്രത്യേകം ശ്രദ്ധിക്കുക, +1ന്റെ പാസ് മാർക്കിനോട് കൂടി CE മാർക്ക് പരിഗണിക്കൂല. അതേസമയം ഗ്രേഡിനും ടോട്ടൽ മാർക്കിനും ഒക്കെ പരിഗണിക്കും. മൊത്തം 100 മാർക്ക്, ടോട്ടൽ 100 മാർക്ക് 100 മാർക്കാണ്. അതിൽ 80 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങും, 20 മാർക്ക് CE കിട്ടും. ആ 80-ൽ തന്നെ നിങ്ങൾ പാസ് മാർക്ക് സ്കോർ ചെയ്യണം. 80-ൽ പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ 24 മാർക്കാണ്. ഇത് പ്രാക്ടിക്കൽ ഇല്ലാത്ത പേപ്പറിന്റെ കേസ്. പ്രാക്ടിക്കൽ ഉള്ള പേപ്പറിന്റെ കേസ് ആണെങ്കിൽ അവിടെ 100 മാർക്ക് തന്നെയാണ് ടോട്ടൽ. 60 മാർക്ക് തിയറി നമ്മൾ എക്സാം എഴുതി വാങ്ങണം. 20 മാർക്ക് CE മാർക്ക് തരും. 20 മാർക്ക് പ്രാക്ടിക്കൽ ഉണ്ടാവും. ആ പ്രാക്ടിക്കൽ +1 ചെയ്യണമെന്നില്ല. +1ന്റെ 20 മാർക്കും +2ന്റെ 20 മാർക്കും കൂടി സെക്കൻഡ് ഇയർ ആയിരിക്കും 40 മാർക്കിന്റെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവുക. അപ്പോഴേ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന് +1
60 മാർക്കിനാണ് തിയറി എക്സാം ഉണ്ടാവുക. കാരണം ഈ മാർക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിനെ കുറിച്ച് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ വീണ്ടും ക്ലിയർ ആക്കി സ്പെസിഫിക് ഓരോ ഏരിയ വീഡിയോ ചെയ്തു തരാവുന്നതാണ്. അപ്പോഴേ പ്രാക്ടിക്കൽ ഇല്ലാത്ത 80 മാർക്കിന്റെ പേപ്പർ എടുക്കാം. 80 മാർക്കിന്റെ പേപ്പറിന് ഈ വർഷം നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 160 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 160 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ 1 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ടാവും, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 3 മാർക്കിന്റെ ഉണ്ടാവാം, 4 മാർക്കിന്റെ ഉണ്ടാവാം, 5 മാർക്കിന്റെ ഉണ്ടാവാം, 6 മാർക്കിന്റെ ഉണ്ടായേക്കാം, എസ്സേ ആയ 8 മാർക്കിന്റെയും ഉണ്ടായേക്കാം. ഇപ്പൊ ഇംഗ്ലീഷ്, എക്കണോമിക്സ്, ഹിസ്റ്ററി ഇതിന്റെ ഒക്കെ കേസ് ഇതേപോലെ തന്നെയാണ് വരുന്നത്. ബിസിനസ് സ്റ്റഡീസ് ഒക്കെ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ 160 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇവിടെ നമുക്കറിയാം ഈ വർഷം ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന വെരി വെരി ഇമ്പോർട്ടന്റ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 160 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതായത് 75% മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമേ വരുള്ളൂ. ബാക്കി 25%, അതായത് 160 മാർക്കിൽ 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയയിൽ നിന്ന് വരും. ബാക്കി 40 മാർക്കിന്റെ 25% ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ്ഡ് എന്ന് പറയാത്ത മറ്റ് പാഠഭാഗത്തിൽ നിന്ന് വരിക. ഉദാഹരണം, എന്റെ സബ്ജക്ട് ഇക്കണോമിക്സ് എടുക്കുകയാണെങ്കിൽ +1 19 ചാപ്റ്റർ ആണുള്ളത്. ഇന്ത്യൻ ഇക്കോണമി സ്റ്റാറ്റിസ്റ്റിക്സും രണ്ടും ചേർന്നുകൊണ്ട് 19 ചാപ്റ്റർ. ഇന്ത്യൻ ഇക്കോണമിയിൽ 10, സ്റ്റാറ്റിസ്റ്റിക്സിൽ 9. ഈ 19 ചാപ്റ്ററിൽ ഇപ്പോൾ ഫോക്കസ് ഏരിയ ആയി വന്നിരിക്കുന്നത് 9 ചാപ്റ്റർ ആണ്. ഈ 9 ചാപ്റ്ററിൽ നിന്നായിരിക്കും 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരിക. ബാക്കി 10 ചാപ്റ്ററിൽ നിന്നും കൂടി 40 മാർക്കിന്റെ ക്വസ്റ്റ്യനേ വരികയുള്ളൂ. അപ്പോഴേ കഴിഞ്ഞ വർഷമൊക്കെ +2 വിദ്യാർത്ഥികൾ നമ്മൾ മൊത്തം പോർഷൻ പഠിപ്പിക്കുകയും അതിനുശേഷം ഫോക്കസ് ഏരിയ കൂടുതൽ സ്ട്രെസ് ചെയ്യുകയും ചെയ്തു. കാരണം അവർ +1 കംപ്ലീറ്റ് പഠിച്ചവരാണ്, അവർക്ക് ബേസ് കിട്ടിയിട്ടുണ്ട്, അവർ വലിയ കുട്ടികളായി, അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റിയിരുന്നു. പക്ഷെ ഈ വർഷത്തെ +1 സ്റ്റുഡൻസ് നേരിട്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സിലേക്കാണ് വന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഈ ഫോക്കസ് ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ തന്നെ 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 120 മാർക്ക് കിട്ടാൻ മാത്രം നിങ്ങൾ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് 80-ൽ 80 സ്കോർ ചെയ്യാം. ഈ 120 മാർക്കിന് നിങ്ങൾ എഴുതുവാണെങ്കിൽ അല്ലെങ്കിൽ 120 മാർക്കും നിങ്ങൾ എഴുതി വാങ്ങുവാണെങ്കിലും നിങ്ങൾക്ക് റൗണ്ട് ചെയ്ത് 80 തരുള്ളൂ. അതിൽ കൂടുതൽ തരാൻ പറ്റൂലല്ലോ. അത് 80-ഓ അതിൽ കൂടുതലോ എത്ര മാർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് 80 മാർക്ക് തരും. പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അക്കൗണ്ടൻസി, ഇവയൊക്കെ സൈക്കോളജി ഇതുപോലുള്ള പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ 60 മാർക്കാണ് തിയറി എക്സാം. അപ്പോൾ 60 മാർക്കിന്റെ എക്സാമിന് നേരെ ഡബിൾ 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തരും. ആ 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 75% 90 മാർക്കിന്റെ ക്വസ്റ്റ്യനും നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ നിന്നാണ് വരിക. അപ്പോൾ ആ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ തന്നെ 90 മാർക്കിന് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അതിൽ 60 മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന് ബാക്കി 90 കഴിഞ്ഞ് ബാക്കി 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഫോക്കസ് അല്ലാതെ മറ്റ് പാഠഭാഗങ്ങളിൽ നിന്ന് വരിക. അതായത് ഞാനിത് എന്തിനാ പ്രത്യേകം എടുത്തു പറയുന്നത് വെച്ചാൽ, നിങ്ങൾ +1 വിദ്യാർത്ഥികളിൽ പലർക്കും ഓൺലൈനായി നിങ്ങളുടെ സ്കൂളിൽ നിന്നും പുറമെ വിക്ടേഴ്സ് ചാനലിൽ നിന്നും ഒക്കെ നിങ്ങളുടെ പാഠഭാഗങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. അതിൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ ഇപ്പോൾ ഫോക്കസ് ഏരിയ ആയിട്ട് വന്നിട്ടുള്ളൂ. ഒരു 50% മറ്റേ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ കരുതും ഇതുവരെ പഠിച്ചതും എടുത്തതും ഒക്കെ വെറുതെ ആയല്ലോ, വേസ്റ്റ് ആയല്ലോ എന്നും. വേസ്റ്റ് ആയിട്ടില്ല. ഫോക്കസ് ഏരിയയിൽ നിന്ന് 75% മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ബാക്കി 25% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മറ്റു പാഠഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാഠഭാഗങ്ങളിൽ ഒന്നും പഠിച്ചതോ പഠിപ്പിച്ചതോ വേസ്റ്റ് അല്ല, എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ ഫോക്കസ് ഏരിയയിൽ നിന്ന് കൂടുതൽ മാർക്കിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ട് എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ഒന്നും നമ്മൾ ഇതുവരെ പഠിച്ചത് വേസ്റ്റ് ആണ് എന്ന് കരുതരുത്. വെറുതെ പഠിച്ചു എന്നോ വെറുതെ പഠിപ്പിച്ചു എന്നോ കരുതേണ്ട കാര്യമില്ല. എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷേ പഠിക്കാൻ കുറച്ച് സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നവരാണ്, എല്ലാം പഠിക്കാൻ പറ്റൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ഏരിയ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. എങ്കിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. വേറൊരു പ്രധാന കാര്യം, ഈ വർഷത്തെ +1 വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് തരുന്ന ഈ ഡബിൾ മാർക്ക് ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷനും ഇല്ല, ഒരു നിബന്ധനയും ഇല്ല. അതായത്
അതായത് സാധാരണ നമുക്ക് പറയും ഒബ്ജക്റ്റീവ് ടൈപ്പ് 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 12 ക്വസ്റ്റ്യൻസ് തന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നത് 10 എണ്ണം എഴുതുക എന്ന് പറയും. അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 10 എണ്ണം തന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ 9 എണ്ണം എഴുതുക എന്ന് പറയും. അതിന്റെ അർത്ഥം ഈ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും 9 എണ്ണത്തിനെ മാർക്ക് കിട്ടൂ. 10 എഴുതിയാൽ 10 മാർക്ക് തരൂല, 9 എണ്ണത്തിനെ മാർക്ക് തരൂ. അഥവാ 10 എഴുതിയെങ്കിലും അതിൽ ഏറ്റവും നല്ല 9 പെർഫെക്റ്റ് ആൻസർ ആണ് അവിടെ എടുക്കുക. ബാക്കി ഒരു മാർക്ക്, ഒരു ക്വസ്റ്റ്യന്റെ ഒരു ആൻസറിന്റെ മാർക്ക് കട്ട് ചെയ്ത് കളയും. അതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് 12 നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ അതിൽ 10 എണ്ണേ എടുക്കുള്ളൂ, ബാക്കി 2ന്റെ മാർക്ക് കട്ട് ചെയ്ത് കളയും. ഇങ്ങനെയായിരുന്നു മുൻ വർഷങ്ങളിൽ. എന്നാൽ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കണ്ടീഷനും ഇല്ല. 12 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 12 എഴുതാം. താഴെ കൊടുത്തിരിക്കുന്ന ഇത്ര ക്വസ്റ്റ്യനിൽ ഇത്രയേ എഴുതാവൂ, ഇത്രയേ മാർക്ക് കിട്ടൂ എന്ന ഒരു കണ്ടീഷനും ഇല്ല. ഒരു കണ്ടീഷനും ഇല്ലാതെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇടുന്നു, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇടുന്നു, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇടുന്നു, 8 മാർക്കിന്റെ എസ്സേ ഇടുന്നു. സാധാരണ 8 മാർക്കിന്റെ എസ്സേ ഒക്കെ ആണെങ്കിൽ 3 ക്വസ്റ്റ്യൻ തരും, അതിൽ 2 എണ്ണേ എഴുതാവൂ, 2നെ മാർക്ക് തരും. അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ തന്നാലും 2 എണ്ണേ എഴുതിയാലേ മാർക്ക് തരും. 2ൽ കൂടുതൽ എഴുതിയാൽ അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആൻസർ 2 എണ്ണം എടുക്കും, ബാക്കി അവിടെ റൗണ്ട് ചെയ്ത് വെക്കും. എന്നാൽ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സപ്പോസ് 4 എസ്സേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 എഴുതാൻ സമയം ഉണ്ടെങ്കിൽ 4ന് മാർക്ക് ഇടും. അതായത് ഒരു നിബന്ധനയും ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. എല്ലാത്തിലും മാർക്ക് ഇടും. ലാസ്റ്റിൽ എല്ലാം കൂട്ടി നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതവിടെ എഴുതുകയും, അത് സപ്പോസ് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണ്, 80ൽ കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ 80ആയി റൗണ്ട് ചെയ്യും. പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണ്, 60ൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ 60ആയി അവിടെ റൗണ്ട് ചെയ്യും. അല്ല 60ൽ താഴെ അല്ലെങ്കിൽ 80ൽ താഴെ ആണെങ്കിൽ ആ കിട്ടിയ മാർക്ക് അവിടെ ഇട്ട് തരും. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ എഴുതുന്ന ആൻസർ എല്ലാം പെർഫെക്റ്റ് അല്ല എങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതിയാലും അതിൽ ആൻസറിന്റെ അടുത്തോ ആൻസറോ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ കുറച്ച് മാർക്കൊക്കെ കിട്ടിയിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്ന് പറയാവുന്നതാണ്. മുൻ വർഷങ്ങളിൽ ഫുൾ A+ എന്ന് പറയുന്നതിനപ്പുറം ഇനി ഈ വർഷം തീർച്ചയായും ഫുൾ മാർക്ക് എന്നൊരു പുതിയ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഫുൾ മാർക്ക് എന്ന ഏറ്റവും നല്ലൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറയാം. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, പ്രാക്ടിക്കൽ ഇല്ലാതെ 80 മാർക്കിന്റെ എക്സാമിന് 2 മണിക്കൂറും 45 മിനിറ്റുമാണ് എഴുതാൻ ലഭ്യമായിരുന്നത്. എന്നാൽ ഇപ്പോൾ ക്വസ്റ്റ്യന്റെ എണ്ണം കൂടിയത് കൊണ്ട് തന്നെ ഈ വർഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2 മണിക്കൂറും 50 മിനിറ്റുമാണ്. അതായത് 2 മണിക്കൂറും 45 മിനിറ്റ് കിട്ടിയിരുന്ന സമയത്ത് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. 2.5 മണിക്കൂർ, 2 മണിക്കൂറും 30 മിനിറ്റ് മാത്രമേ എക്സാം എഴുതാൻ കിട്ടിയിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് 2 മണിക്കൂറും 50 മിനിറ്റ് കിട്ടുമ്പോൾ അതിൽ 20 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈമാണ്. ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉള്ളത് കൊണ്ട് അത് വായിച്ചു നോക്കാനുള്ള സമയമാണ്. ബാക്കി 2.5 മണിക്കൂർ നിങ്ങൾക്ക് ആൻസർ എഴുതാനുള്ളതാണ്. അതേപോലെ പ്രാക്ടിക്കൽ ഉള്ള 60 മാർക്കിന്റെ എക്സാമിന് സാധാരണ 2 മണിക്കൂറും 15 മിനിറ്റുമാണ് എക്സാമിന് കിട്ടിയിരുന്നത്. അതിൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്, 2 മണിക്കൂർ എഴുതാനുള്ളതാണ്. എന്നാൽ ഈ വർഷം 2 മണിക്കൂറും 20 മിനിറ്റും കിട്ടും. 20 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്, 2 മണിക്കൂർ എക്സാം എഴുതാനുള്ളതാണ്. അപ്പോഴേ ക്വസ്റ്റ്യന്റെ എണ്ണം കൂടിയത് കൊണ്ട് തന്നെ 5 മിനിറ്റ് എക്സ്ട്രാ കൂൾ ഓഫ് ടൈമും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ കേസ് എടുത്ത് പറയേണ്ടത് പ്രാക്ടിക്കൽ ഉള്ള ബയോളജി സബ്ജക്റ്റില്. ബയോളജിക്ക് നമുക്കറിയാം ബോട്ടണി, സുവോളജി എന്ന 2 പാർട്ടുണ്ട്. അതിൽ 2നും കൂടിയാണ് 60 മാർക്ക്. ബോട്ടണിക്ക് 30 മാർക്ക്, സുവോളജിക്ക് 30 മാർക്ക്. രണ്ടും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ക്വസ്റ്റ്യൻ വരിക. ആദ്യം ബോട്ടണി ക്വസ്റ്റ്യൻ, പിന്നെ സുവോളജി ക്വസ്റ്റ്യൻ. ഒരേ ദിവസം എക്സാം. ആദ്യത്തെ, അതായത് അവിടെയും എക്സാമിന് 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ എഴുതാനുള്ള സമയം നമുക്ക് 2 മണിക്കൂർ തന്നെയാണ്. 1 മണിക്കൂർ ബോട്ടണി എഴുതാം. ബോട്ടണിയുടെ ക്വസ്റ്റ്യൻസ് വായിക്കാൻ 10 മിനിറ്റ് നമുക്ക് കൂൾ ഓഫ് ടൈം കിട്ടിയിരുന്നു. ബോട്ടണിയുടെ പേപ്പർ നമ്മൾ തിരിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും 10 മിനിറ്റ് സുവോളജിയുടെ അതേ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ക്വസ്റ്റ്യൻസ് വായിക്കാൻ സമയം തരും. അതിനുശേഷം 1 മണിക്കൂർ സുവോളജിയുടെ ആൻസർ എഴുതാനുള്ള സമയവും. അതായത് ബോട്ടണിക്കും സുവോളജിക്കും ഓരോ മണിക്കൂർ 30 മാർക്കിന് എക്സാം എഴുതാൻ ഓരോ മണിക്കൂറാണ് സമയം തരിക. 2 പേപ്പറിനും, 2 ബോട്ടണിക്കും സുവോളജിക്കും സെപ്പറേറ്റ് കൂൾ ഓഫ് ടൈമും തരുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ ബോട്ടണി സുവോളജിയും പഠിച്ച് അന്ന് എക്സാം ഹോളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞു തരികയും പ്രത്യേക സമയം, പ്രത്യേക മെയിൻ ഷീറ്റ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. 2നും സെപ്പറേറ്റ് കൂൾ
ഓഫ് ടൈമും ഉണ്ട്. രണ്ടിനും സെപ്പറേറ്റ് CE മാർക്കും ഒക്കെ ഇട്ട് തരുന്നതാണ്. രണ്ടിനും സെപ്പറേറ്റ് പ്രാക്ടിക്കൽ എക്സാമും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അഥവാ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ഞാനൊരു വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും. എന്തായാലും ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് +1 എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ യഥാർത്ഥ രൂപമാണ്. നിങ്ങൾ അറിയേണ്ടത് ഡബിൾ മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതോടൊപ്പം എക്സാമിന്റെ ടൈമിലും വർധനമുണ്ട്. അതോടൊപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഒരു നിബന്ധനയും ഒരു കണ്ടീഷനും ഇല്ല. ലഭ്യമായ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിന് പുറമെ അറിയേണ്ടത് നിങ്ങളെ ഓഫ്ലൈനായി സ്കൂളിലേക്ക് വരുത്തി ഇത് യഥാർത്ഥ എക്സാമിന്റെ അതേ പാറ്റേണിലുള്ള ഒരു മോഡൽ എക്സാം ഇട്ട് നിങ്ങൾ എഴുതി ആ ആൻസർ ഷീറ്റ് ടീച്ചേഴ്സ് വാല്യൂ ചെയ്ത് തന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ഫൈനൽ എക്സാമിലേക്ക് കടത്തിവിടൂ. അത് 100% ഷുവർ ആണ്. അതിലൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആകുലതയുടെയും വകയില്ല. നിങ്ങൾക്കൊരു ഗോൾഡൻ ചാൻസ് ആണെന്ന് തന്നെ പറയാം. അതായത് ഏകദേശം 50% പോർഷൻസ് പഠിച്ചുകൊണ്ട് തന്നെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടിയിരിക്കുന്നത്. കുട്ടികൾ അത് നന്നായി ഉപയോഗപ്പെടുത്തുക. ഇനിയും പഠിക്കാനുള്ള സമയമുണ്ട്. ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിലും ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാം. അറ്റ്ലീസ്റ്റ് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാലും മതി. ഓക്കെ, എന്തായാലും സമയം കൂടുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും